സത്യം പറഞ്ഞു കഴിഞ്ഞാല് പല മനുഷ്യന് ഇപ്പൊ പല പല ആഗ്രഹങ്ങളും ഇപ്പൊ സി എം ആണെന്ന് തോന്നുന്നു. ഒരു വർഷം കഴിയുമ്പോൾ രാജിവെക്കും. നമ്മൾ മനസ്സിലാണല്ലോ ഇതൊക്കെ. ഇതൊന്നും തന്നെ നമ്മൾ പല ആഗ്രഹങ്ങളും പുറത്തു പോയി ആരും പറയൂലല്ലോ. കളിയിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ പുറത്തു പോയി പറയില്ല, ഞാൻ പുറത്തു പോയി പറയും. അത്രയുള്ള വ്യത്യാസം. അജു ഇത് പറഞ്ഞു. കാരണം നമ്മുടെ സിനിമയിൽ നിന്നുള്ള ഒരാൾ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനത്ത് സി എം ആയി വരുന്നു. അപ്പൊ നമ്മളത് നോക്കിക്കാണുന്നത് നമ്മളെ ഫ്രട്ടേണിറ്റിയിൽ ഒരാൾ സി എം ആണ്. അപ്പൊ നമുക്ക് ഭയങ്കര കൗതുകവും അദ്ദേഹം സി എം ആയി. അപ്പൊ അജു നോക്കിയപ്പോ ഇവിടെ ഒരുത്തിന് സി എം ആക്കണല്ലോ. ഇപ്പോൾ പറ്റുന്നത് അജു മറ്റേ കിങ് മേക്കർ ആണ്. പുള്ളിക്കാവണ്ട, പുള്ളിക്കൊന്നും ആവണ്ട, പുള്ളിക്ക് ആരെങ്കിലും ആക്കണം. അതാണ് മെയിൻ. പുള്ളിക്ക് അതിന്റെ പുറകെ നിന്നാ മതി. അപ്പൊ അജു നോക്കിയപ്പോ ആരെ സി എം ആക്കും? പറഞ്ഞാൽ കേൾക്കുന്നവൻ വേണം. ഞാൻ കമ്പനി വേണം. ഞാനിപ്പോ ഓൾറെഡി തീരുമാനം എടുത്തിരിക്കുകയാണ് സി എം ആവാൻ. ഓൾറെഡി എടുത്തു. കാരണം ദളപതി വിജയ് സി എം ആയി. എന്നാ പിന്നെ ആശാൻ സി എം ആയ സ്ഥിതിക്ക് നമ്മളിവിടെ സി എം ആവും. പിന്നെന്താ, നമുക്ക് ക്വാളിഫിക്കേഷൻ കുറവൊന്നുമില്ലല്ലോ. പിന്നെ അത്യാവശ്യം നല്ല വിവരമുണ്ട്. അത് അടുത്തറിയുന്നില്ല, എല്ലാ കാര്യത്തിനെ കുറിച്ചും നല്ല നോളജ് ഉണ്ട്. എന്തിനെ പറ്റിയും സംസാരിക്കാം. എന്താ സംസാരിക്കാൻ ചോദിക്കുന്നത്? പിന്നെ വെട്ടി തുറന്ന് പറയും. ഒന്നും വേറെ സിഎമ്മിന്റെ ക്വാളിറ്റി അല്ലേ? കാര്യം പറയട്ടെ, എൻ കരിയറിന്റെ ഉച്ചത്തെ ഞാൻ വിട്ടിട്ട് വേണം വരാൻ. സീരിയസ്ലി കരിയറിന്റെ ഉച്ചത്തിലാണല്ലോ ഞാൻ. ഉച്ചയിലടിച്ച് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത റെക്കോർഡ് വരെ കിട്ടിയില്ല. പക്ഷെ അത് നിൽക്കൂല, അതാണ് പ്രശ്നം. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നാട്ടുകാർ എന്റെ അവരെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല, സി എം ആയാൽ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. സി എം ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ വിജയ് നിന്ന് പ്രസംഗിച്ചതുപോലെ താഴെ സാരി ഇട്ട് നവ്യനായിരിക്കണം. അതൊക്കെ ഒരു അത് ആർക്കിപ്പം നേരത്തെ നയന പറഞ്ഞു ഞാനും വെറുതെ സാരി കൊടുത്തിട്ട് അല്ലെങ്കിൽ മന്ത്രിയാവണോ? മന്ത്രിയാവാം, അത്രയൊക്കെ ഉള്ളൂ. ഇതിലിപ്പോ ഞാൻ പറയുന്ന വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം അറിവുണ്ടാവണം. എന്ത് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോനെ കുറിച്ച് അറിവുണ്ടാവണം. വിജയുടെ രാഷ്ട്രീയത്തിൽ വിജയ് പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? എനിക്ക് നിങ്ങളുടെ പണം വേണ്ട. കാരണം ഞാൻ സിനിമയിൽ അയാൾ അത്രയും വലിയ ബില്യണറാണ്, അത്രയും പൈസ ഉണ്ടാക്കി. അയാൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ഈ രാജ്യം നശിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം രണ്ട് കാര്യങ്ങൾ. ഒന്ന് കറപ്ഷൻ, ഊഴൽ, അഴിമതിയും മിസ്മാനേജ്മെന്റുമാണ്. അതിൽ കറപ്ഷൻ. അദ്ദേഹം പറയുന്നത് എന്താ? എനിക്ക് പൈസ വേണ്ട. ഞാൻ നാളെ നിങ്ങളോട് കൈക്കൂലി ചോദിക്കുന്നവരോട് നിങ്ങൾ പറയൂ ഇത് നിങ്ങളുടെ അണ്ണൻ തമ്പി വിജയുടെ ആച്ചിയാണ് നിങ്ങൾ പറയൂ. അത് ആൾക്കാർ ബൈ ചെയ്തു. കാരണം വെച്ചാൽ ബൈ ചെയ്തെന്ന് വെച്ചാൽ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് വിഷ്ണാർക്ക് അറിയാം. അതുപോലെ അനീഷിനും എനിക്കും രാഷ്ട്രീയത്തിന് പൈസ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. പക്ഷെ